അന്തംഗമ്മികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടോ? എടോ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിയോ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്നറിയോ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൊട്ട പത്മകുമാറെ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്ര സ്വപ്നന്റെ പിന്നാലെ ഇങ്ങനെ ഒലിപ്പിച്ച് നടന്നതല്ലേ അല്ലേ? വേറൊരു റെയിൻകോട്ടിന്റെ വേറൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടിയിട്ടില്ല. സ്വപ്നക്കെതിരെ കേസിന് പോയിട്ടില്ല. നീ പറയുന്ന സ്ത്രീ ലംബടനായ ഏറ്റവും വലിയ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ പറയാ ഗർഭചിത്രം മറ്റെന്നൊക്കെ പറയാണ്ട് വ്യാജ വാർത്ത കൊടുത്തില്ലേ? യഥാർത്ഥത്തിൽ സ്ത്രീ പീഡകൻ എന്ന് പറയുന്നത് നീയാണെന്ന് സ്വപ്ന സുരേഷ് പലവട്ടം പറഞ്ഞതാണ് കേട്ടോ. സ്വപ്ന സുരേഷ് മാത്രമല്ല, ആ റെയിൻകോട്ടിന്റെ ആ പെണ്ണുങ്ങള്, ഇത് കേരളം മുഴുവൻ കേട്ടതാണ്. എന്നിട്ട് പറയുന്നു ഞങ്ങളൊന്നും അറിയില്ല. എടോ, അന്ന് മന്ത്രി താനല്ലായിരുന്നോ കടകംപള്ളി? ഇപ്പോഴത്തെ മന്ത്രി വാസവൻ. വാസവനൊക്കെ എന്താ ചെളിച്ച് പറയല്ലേ? ഞങ്ങളല്ല. എടോ വാസവ, എന്താണോ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കടത്തുകയാണോ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം? മറിച്ച് നോക്കണം. ദേവസ്വം ബോർഡിന്റെ മാനുവലൊക്കെ അതിന്റെ ചട്ടങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കണം. ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചിറയോവാലിന്റെ മുന്നിൽ ഇങ്ങനെ നാട്ടിയിട്ട് സ്തംഭം പോലെ നിന്നിട്ട് ഈ തീർത്ഥം വാങ്ങിയിട്ട് ആസനത്തിൽ തേച്ച് പോകലല്ല. മനസ്സിലായോ? ചെറ്റ വർത്താനം പറയരുത് കേട്ടോ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കലാണ്. മനസ്സിലായോ? കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഇങ്ങനെ യാത്രാപദ്ധതി വാങ്ങി നടക്കാനും ഈ കോടികൾ പുട്ടടിക്കാനുമല്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ സമ്പത്ത്, ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാനാണ്. അത് കട്ടുകൊണ്ടുപോകുന്നത് തടയാനാണ്. എന്നിട്ട് നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളെന്നെ കട്ടുകൊണ്ടുപോയി അല്ലേ? നിങ്ങളെന്നെ കട്ടുകൊണ്ടുപോയി. എന്നിട്ട് അവസാനം പറയാണ് വീട് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ മോഷണം നടന്നു കഴിഞ്ഞാൽ വീട്ടുടമസ്ഥനല്ല പിന്നെ ആരോടും? അയലത്തുള്ള ആൾക്കാരാ? നിങ്ങളുടെ വീടുമായിട്ടുള്ള കമ്പയർ ഒന്നും ചെയ്യണ്ട. അത്തരം ടോക്കൊന്നും വേണ്ട കേട്ടോ. അത്തരം ടോക്കൊന്നും വേണ്ട. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ശബരിമലയിലെ ശ്രീകോവിലും ശബരിമലയിലെ മൊത്തം പ്രോപ്പർട്ടിയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ദേവസ്വം ബോർഡ് ഒരു പങ്കുമില്ല. അന്തംഗമ്മികൾ നാടുകളെ പറഞ്ഞു കൊടുക്കാണ്, TV ചർച്ചകളിലൊക്കെ വന്നു ഇങ്ങനെ മെഴുകുകയാണ്. കേട്ടില്ലേ? കേട്ടാൽ നമുക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം. ഇതാ സ്വന്തം വിജിലൻസ് ആണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ദേവസ്വം ബോർഡ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് നിങ്ങളുടെ വിജിലൻസുകാർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതാ പുറത്തു വരികയാണ്. അപ്പോഴാണ് അന്വേഷണ സംഘം നിങ്ങളെ കൂടി പ്രതിയാക്കിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നാളത്തെ ദേശമാൻ എന്താ എഴുതുക? നാളത്തെ ദേശം അത് AI ആണ് എഴുതണം അല്ലേ? അത് AI വാർത്തയാണെന്നിരിക്കും നിങ്ങൾ എഴുതുക. പത്മകുമാർ പറയുന്നത് ഒന്ന് കേൾക്കുക. ശബരിമലയിലെ സ്വർണ്ണ അപഹരണ കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് എന്നാണ് ഇന്നത്തെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ടിളയിലെ സ്വർണ്ണാപകരണ കേസിലെ രണ്ടാം കേസിലെ FIR-ലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കിയിരിക്കുന്നത്. 8ാം പ്രതിയെ ചേർത്തിരിക്കുന്നത് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ്. ആരുടെയും പേര് FIR ഇല്ല എങ്കിലും പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019 ചുമതലയുണ്ടായിരുന്നത്. 2019 ദേവസ്വം അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തതെന്ന് FIR-ൽ പറയുന്നു. എന്താണ്? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും അറിവോടെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ കമ്മീഷൻ, അതിന്റെയൊക്കെ പങ്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കടകംപള്ളി പത്മകുമാറിന്റെ ഇന്നത്തെ ചാനലിൽ പത്മകുമാറിന്റെ മുഖം കണ്ടാൽ മതി. ഒക്കെ അങ്ങനെ ഇരുണ്ട് കിടക്കുകയാണ്. ആകെ അങ്ങനെ ഉടുത്തയിൽ ഇതാക്കി എന്ന് പറയില്ല നമ്മള്. അത് തന്നെ, ഉടുത്തതിൽ അപ്പിട്ട പോലെ നടക്കുകയാണ് പത്മകുമാർ. കടകംപള്ളിനെ കാണാനില്ല. വാസുവിന് ഉളുപ്പില്ലാത്തതുകൊണ്ട് എന്നും വന്ന് പറയല്ലോ. വാസുവിന് പിന്നെ ഉളുപ്പില്ല. ദേവസ്വം മന്ത്രി വാസുവിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ഒരു തരി സ്വർണം പോലും, അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടില്ല, നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ തിരിച്ചു പിടിക്കും, ദേവസ്വം ബോർഡ് സംശുദ്ധരാണ്. ഉദ്യോഗസ്ഥന്മാര് ഈ മുരാരി ബാബു പോലുള്ള അല്ലെങ്കിൽ ഈ ഇടനിലക്കാര് അല്ലെങ്കിൽ ഈ അവതാരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി പോലുള്ള അവതാരങ്ങൾ, അവരാണ് ഈ കൊള്ളക്കൊക്കെ പിന്നിൽ. ഞങ്ങൾ സംശുദ്ധരാണ്,
പണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി 2 കൈ ഉയർത്തി കാട്ടിയിട്ട് ഇതാ എന്റെ കൈകൾ പരിശുദ്ധമെന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ പറഞ്ഞ കാട്ടുകള്ളന്മാരായ കടകംപള്ളി സുരേന്ദ്രനും പിന്നെ ഈ പത്മകുമാറും ഈ വാസവനും പിന്നെ ഇപ്പോഴത്തെ പ്രശാന്തും ഒക്കെ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ഇതാ ഞങ്ങൾ സംശുദ്ധരാണെന്ന് പറഞ്ഞത് അവരുടെ സ്വന്തം വിജിലൻസ് പിണറായി വിജയന്റെ സ്വന്തം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ദേവസ്വം ബോർഡ് ഇതിൽ പങ്കാളികളാണ്, ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ഇത്തരത്തിലുള്ള കട്ട് കടത്തിയതിന് ഈ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രമല്ല ദേവസ്വം ബോർഡും ഇതിൽ പങ്കാളികളാണ്. ദേവസ്വം ബോർഡിനെയും കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇതിപ്പോ ഇന്നത്തെ ദേശാഭിമാനിയാണ് കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം സ്റ്റോറി എന്ന് പറയുന്നത് UDF കലാപ നീക്കാണ്. അതായത് എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ചുള്ള വാർത്തകളാണ്. പക്ഷേ ദേശാഭിമാനിയുടെ ബാക്കിൽ 2 കോളത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാർത്ത. ദേശാഭിമാനിയുടെ മെയിൻ വാർത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിലാകെ UDF കലാപ നീക്കം നടത്തുകയാണ്. UDF എഴുന്നേറ്റ് നടക്കാൻ തന്നെ വയ്യ. എന്നിട്ടാണ് പറഞ്ഞത് UDF കലാപ നീക്കം നടത്തുകയാണെന്ന് പറയുന്ന ഒരു കള്ള വാർത്തയാണ് ദേശാഭിമാനി 1-ാം പേജിൽ അടിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനിയുടെ ഉള്ളിലെ പേജിൽ 5-ാം പേജിലാണ്. 5-ാം പേജിൽ പറയുന്നു വഴിയൊരുക്കിയത് കോൺഗ്രസ് BJP സംഘടനാ നേതൃത്വം. എന്തിനാ വഴിയൊരുക്കിയെന്നറിയോ? ശില്പപാളിയിലെ സ്വർണ്ണ മോഷണം, അതായത് ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണ്ണ മോഷണം നടത്തിയത് ഇവര് പറയുന്നത് ഒരു അന്തും കുന്തുമില്ലല്ലോ അന്തംഗമികൾക്ക്. കഴിഞ്ഞ 2 ടേമായിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തുന്ന ദേവസ്വം ബോർഡില് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്, ഈ കൊള്ള മുഴുവൻ നടത്തിയത്, ഇതിന് വഴിയൊരുക്കിയത് കോൺഗ്രസ് BJP സംഘടനാ നേതൃത്വമാണെന്ന്. എടോ പിന്നെ എന്തിനാണോ നിങ്ങളെ ഭരണം? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ പിണറായി വിജയൻ നിയമിച്ച ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ഈ പത്മകുമാറിന്റെ ശിങ്കിടികളും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ ഇവർ പറയാണല്ലോ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല, ഇതൊക്കെ നടത്തിയ കോൺഗ്രസും BJPക്കാരാണെന്ന്. ഇങ്ങനൊരു ലോക തോൽവി. കേട്ടോ അന്തംഗമികൾ, നിങ്ങൾക്ക് രാജിവെച്ച് പോയിക്കോട്ടറോ. നിങ്ങൾ ഭരിക്കുമ്പോ ഇന്നും തന്നെയല്ല കഴിഞ്ഞ 9 കൊല്ലായിട്ട് ഭരിക്കുമ്പോൾ പറയാണല്ലോ, ഉളുപ്പമാണിച്ചാൽ പറയാണല്ലോ ഞങ്ങളല്ല നടത്തിയത് കോൺഗ്രസ്സുകാരും BJPക്കാരാണ്. അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന ദേവസ്വം ബോർഡിൽ ഉള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയത് ഞങ്ങളല്ല, കോൺഗ്രസ്സുകാരും BJPക്കാരാണ്. പറഞ്ഞൊരു ഉളുപ്പില്ലേ? വഴിയൊരുക്കിയത് കോൺഗ്രസും BJP സംഘടനാ നേതൃത്വവും. അങ്ങനെ അതായത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതേ ഇത് ഇന്നത്തെ മെനാന്തി ഒക്കെ ദേശാഭിമാനി ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല. ഇന്നലത്തെയും മെനാന്തിയും കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായ ദേശാഭിമാനി പത്രം നോക്കിയാൽ അറിയാം. ദേശാഭിമാനി പത്രം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകള്, നമ്മുടെ അപ്പം ഗോവിന്ദന്റെ പ്രസ്താവനകള്, വാസവന്റെ പ്രസ്താവനകൾ ഒക്കെ കേട്ടാൽ അതിൽ നിന്ന് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ആദ്യം ഇത് മോഷണം നടന്നിട്ടില്ല, പറഞ്ഞ അവസരമൊക്കെ വെളിപ്പെട്ടപ്പം ഇതൊക്കെ പണ്ടത്തെ എന്താ പറയാ UDF-കാര് BJP-കാരൊക്കെയാണ് നടത്തിയത്. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ ഇതില് പങ്കാളികളേ അല്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇന്ന് ആ 2ാമത്തെ FIR പുറത്തു വന്നത്. അതിൽ ഈ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ചതിൽ, സ്വർണം കൊള്ള നടത്തിയതിൽ 8 പ്രതികൾ. 8ാമത്തെ പ്രതി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങളാണ്. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരാണെന്ന് നമുക്കറിയാം. പത്മകുമാറും മറ്റു 2 ആൾക്കാരും.